തിരുവനന്തപുരം തമ്പാനൂർ ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിക്കായി തെരച്ചിൽ ഊർജിതം. NDRF സംഘം രാത്രിയോടെ എത്തിയേക്കും. നേവിയുടെ സഹായവും തേടും. അതിനിടെ റോബോട്ടുകളെ ഉപയോഗിച്ച് മാലിന്യങ്ങൾ പുറത്തെടുക്കുന്ന നടപടി പുരോഗമിക്കുകയാണ്. റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ഭാഗത്തായിരുന്നു ഉച്ചയോടെ അപകടം. വിജിൻ വായാന്തോടുണ്ട് വിശദാംശങ്ങളുമായി. വിജിൻ, ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഫിനിഷ, മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ദുഷ്കരമായ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നില്ല. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നടക്കുന്നത് അത് റോബോട്ട് സംവിധാനം ഉപയോഗിച്ച് ഈ മാൻഹോളിലെ മാലിന്യങ്ങൾ നീക്കുന്ന നടപടിയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിൽ മാത്രമേ മാൻഹോളിലെ മാലിന്യം മാറ്റാൻ കഴിയൂ. കാലങ്ങളായി ഈ വേസ്റ്റ് നീക്കാത്തത് കൊണ്ട് തന്നെ അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് അളവിൽ മാത്രമുള്ള മാലിന്യങ്ങൾ മാത്രമേ ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് നീക്കാൻ കഴിയൂ. ആ പ്രക്രിയ മണിക്കൂറുകളായി 2-3 മണിക്കൂറായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ മാൻഹോളിലെ മാലിന്യം മാറ്റുന്നതോടുകൂടി അകത്തുള്ള ടണലിലുള്ള മാലിന്യം പുറത്തേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. തിരച്ചിൽ നടത്താനുള്ള സാഹചര്യം നിലവിൽ എന്തായാലും ഇല്ല. സ്കൂബ ടീം ഉൾപ്പെടെ നേരത്തെ തന്നെ വൈകുന്നേരം ഏകദേശം 6 മണിയോടുകൂടി തന്നെ അത് അവസാനിപ്പിച്ചിരുന്നു. കാരണം അതിനകത്ത് ഈ ടണലിനകത്തോ അങ്ങോട്ട് കയറി ചെല്ലാൻ കഴിയുന്ന രീതിയിലുള്ള വെളിച്ചമോ സംവിധാനമോ ഒന്നും നിലവിൽ അവിടെ ഇല്ല. വളരെ ചെറിയ സ്പേസ് ഉള്ള ഒരു ഭാഗമാണ് ഇത് എന്ന് പറയുന്നത്. മാലിന്യം കൂടി അടിഞ്ഞുകൂടിയത് കൊണ്ട് തന്നെ നിവർന്നു നിൽക്കാൻ പോലും ഈ സ്കൂബ ടീമിനുൾപ്പെടെ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ആയതുകൊണ്ടാണ് ഈ തെരച്ചിൽ അവർ അവസാനിപ്പിച്ചത്. ഇപ്പോൾ NDRFന്റെ കൂടി സഹായം നിലവിൽ തേടിയിട്ടുണ്ട്. അവർ ഇങ്ങോട്ട് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏകദേശം സമയമെടുക്കും. പത്തനംതിട്ടയിലെ NDRF ടീമാണ് ഇങ്ങോട്ട് എത്തുക. അതുകൊണ്ട് അത് പുലർച്ചയോടുകൂടിയായിരിക്കും എത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ കൂടി എത്തി കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ കടന്നിട്ടുള്ളത്. എന്തായാലും വലിയ തരത്തിലുള്ള ഈ ദുരന്തം ഉണ്ടായ ശേഷം മണിക്കൂറുകൾ നീണ്ട ഈ രക്ഷാപ്രവർത്തനമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. കളക്ടറും അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കേന്ദ്രീകരിച്ച് ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റോബോട്ടിക് മെഷീൻ ഉണ്ടാക്കിയിരുന്നത്. മാൻഹോളുകളിലെ വേസ്റ്റ് നീക്കം ചെയ്യാനും ഒപ്പം തന്നെ അതിനകത്ത് ഏത് ഭാഗത്താണ് ഇത്തരത്തിൽ വേസ്റ്റ് ഉള്ളത് എന്നൊക്കെ കണ്ടെത്താൻ വേണ്ടി നിർമ്മിച്ച റോബോട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് മാൻഹോൾ ക്ലീൻ ചെയ്യുന്നതിനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. DYFIയുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ആ പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഈ ജോയി ഇതിനകത്ത് അകപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഈ നേരത്തെ ഇവരുടെ കൂടെ ജോയിയുടെ കൂടെ ജോലി ചെയ്ത ആളുകളാണ്, ദൃക്സാക്ഷികളാണ് ഇത്തരത്തിൽ ആ ഭാഗത്തേക്ക് ജോയി മാറിപ്പോകുന്ന കണ്ടുവെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇതുവരെ അദ്ദേഹത്തെ പറ്റി കൃത്യമായി കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. വലിയ തരത്തിൽ ഈ റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ഈ കാര്യത്തിൽ അവിടെ ക്ലീൻ ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാനുള്ള നടപടികൾക്കൊന്നും സാധിച്ചിരുന്നില്ല. കോർപ്പറേഷൻ തന്നെ റെയിൽവേക്ക് കത്ത് നൽകിയതിനു ശേഷമാണ് ഈ ഇത് ക്ലീൻ ചെയ്യാനുള്ള നടപടികളിലേക്ക് റെയിൽവേ കടന്നത്. അതുമായി ബന്ധപ്പെട്ട ആണ് ഈ ജോയി ഉൾപ്പെടെയുള്ളവർ മാലിന്യം നീക്കം ചെയ്യാനുള്ള ജോലിയിലേക്ക് ഏർപ്പെട്ടത്. ആ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു അപകടം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ കോർപ്പറേഷന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് കാലങ്ങളായി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് കാലങ്ങളായി വന്ന അനാസ്ഥയാണ് നിലവിൽ ഇത്രയും കൂടുതൽ മാലിന്യങ്ങൾ ആ പ്രദേശത്ത് ഇങ്ങനെ തോട്ടിലിങ്ങനെ കെട്ടിക്കിടക്കാൻ കാരണമായിട്ടുള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കൂടുതലും ഉള്ളത്. പ്ലാസ്റ്റിക് കുപ്പികളും ഒപ്പം തന്നെ പ്ലാസ്റ്റിക് സഞ്ചികളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ്. ഈ JCB ഉപയോഗിച്ച് കോർപ്പറേഷൻ ജീവനക്കാർ, കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ ജോയിയെ കാണാതായ ഭാഗത്തെ ആ തോടിന്റെ ഭാഗത്ത്, റോഡിനോട് ചേർന്ന ഭാഗത്ത് ക്ലീൻ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരുന്നു. കൂമ്പാരമായി കൂടിയിരിക്കുന്ന ഈ മാലിന്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് പൂർണ്ണമായും ഇതിനകത്തേക്ക് കൂടി കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അത് പൂർണ്ണമായും നീക്കം ചെയ്യാൻ നിലവിൽ സമയമെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു മാൻഹോളിന്റെ വേസ്റ്റ് പൂർണ്ണമായും നീക്കം ചെയ്താൽ നിലവിൽ ഈ ടണലിലുള്ള വേസ്റ്റ് താഴത്തേക്ക് അടുത്ത ഭാഗത്തേക്ക് ഇറങ്ങി വരികയും അവിടെ അങ്ങനെ ഇയാളെ കണ്ടെത്താൻ കഴിയുമോ എന്ന ഒരു പ്രതീക്ഷയിലുള്ള ഒരു പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഏകദേശം 10 മണിക്കൂറിന് അടുത്ത് ആകുന്നു എന്ന് സമയം. അതുകൊണ്ട് തന്നെ ഏതവസ്ഥയിലാണ് നിലവിൽ ഇപ്പോൾ ജോയി ഉള്ളത് എന്ന കാര്യത്തിലും വളരെ ദുഃഖകരമായ കാര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്.